ഹലോ എവ്രി വൺ. ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഏറെ പണം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കെട്ടിടം വാങ്ങണം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, പിന്നെ എവറിഡേ എക്സ്പെൻസസ് ആയ ഇലക്ട്രിസിറ്റി, പെട്രോൾ, സാലറി, ചെലവുകളുടെ ലിസ്റ്റ് അങ്ങനെ നീളും. അക്കൗണ്ടിങ്ങിൽ ഈ ചെലവുകളെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. വൺ ഇസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ദി അതർ ഇസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ലെറ്റ്സ് ലുക്ക് അറ്റ് ഈച്ച് വൺ ഓഫ് ദം മോർ ക്ലിയർലി. ദീർഘകാലത്തേക്ക് പ്രയോജനപ്പെടുന്ന വസ്തുക്കൾ വാങ്ങാനോ നിർമ്മിക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായി ബിസിനസ്സുകൾ നടത്തുന്ന ചെലവുകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. സ്ഥലം, കെട്ടിടം അല്ലെങ്കിൽ മെഷീൻസ് വാങ്ങാനായി സ്പെൻഡ് ചെയ്യുന്ന പണം ഈ വിഭാഗത്തിൽ പെടും. ഇത്തരം ചെലവുകൾ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു കെട്ടിടം പണിതാലോ അല്ലെങ്കിൽ മെഷീൻ വാങ്ങിയാലോ ഏറെ കാലം അത് ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റായാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാൽ ഡേ ടു ഡേ റണ്ണിങ്ങിനായി ബിസിനസ്സുകൾ ചിലവാക്കുന്ന പണമാണ്. ഇത്തരം ചിലവുകളുടെ ബെനിഫിറ്റ് ഷോർട്ട് ടേം ആയിരിക്കും. ഉദാഹരണത്തിന് കറണ്ട് ബില്ല് 2 മാസത്തിലൊരിക്കൽ വരുന്ന ചെലവാണ്. അത് അടച്ചുകൊണ്ടേയിരിക്കണം. അതിനാലാണ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇത് എക്സ്പെൻസ് ആയി മാർക്ക് ചെയ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ റിസൾട്ട് ലോങ് ടേം ആണ്. അതിനാൽ അതിനെ ഒരു അസറ്റ് ആയാണ് കണക്കാക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഷോർട്ട് ടേം എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പെൻസ് ആയും കണക്കാക്കുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെന്ന് കരുതുക. അത് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഹോട്ടലിൽ നിന്നൊരു ഫുഡ് കഴിച്ചാലോ? കഴിച്ചു കഴിയുമ്പോഴേക്കും അതിന്റെ ഉപയോഗവും തീർന്നു. അത്രേ ഉള്ളൂ ഇതും. ബിസിനസിന്റെ കേസിൽ ഇവയെ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.